ഇന്നത്തെ ഹൈപ്പർ കോമ്പറ്റീറ്റീവ് വേൾഡിൽ ഇന്നൊവേഷനും ട്രാൻസ്ഫോർമേഷനും സർവൈവലിനും എല്ലാം പിന്നിൽ ഡേറ്റയാണ് എന്നുള്ളതാണ് വാസ്തവം. ഓരോ സെക്കൻഡ്സിലും ബിസിനസ്സുകൾ ടെറാബൈറ്റ്സ് ഓഫ് ഡേറ്റയാണ് ഓൺലൈൻ ട്രാൻസാക്ഷൻസിലൂടെയും കസ്റ്റമർ ഇൻട്രാക്ഷൻസിലൂടെയും സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസിൽ നിന്നെല്ലാം കളക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഡേറ്റ കൃത്യമായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ എന്താണ് ഗുണം? അല്ലെങ്കിൽ ഈ ഡേറ്റ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത്? അവിടെയാണ് ഡേറ്റ അനലിറ്റിക്സ് ടൂൾസിൻ്റെ ആവശ്യം വരുന്നത്. റോ ആയിട്ട് കിട്ടുന്ന ഡേറ്റയെ മീനിങ് ഇൻസൈറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ടൂൾസുകൾ സഹായിക്കും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ബിസിനസ്സുകൾക്ക് സ്മാർട്ട് ഡിസിഷൻസ് എടുക്കാനും ബിസിനസ് കൂട്ടാനുമൊക്കെ സാധിക്കും. ഓരോ ദിനം കഴിയുന്തോറും ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്നത് കോംപ്ലക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഡേറ്റ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ടൂൾസാണോ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതല്ല, നിങ്ങൾ ഡേറ്റ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഏതൊക്കെ ടൂൾസ് യൂസ് ചെയ്യാമെന്നതിനെക്കുറിച്ച് പഠിക്കുന്നതും നല്ലതായിരിക്കും. 2025 ഡേറ്റ അനലിറ്റിക്സ് പഠിച്ചിരിക്കുക എന്നുള്ളത് അഡ്വാൻറ്റേജ് അല്ല, മറിച്ച് ഏത് തരത്തിലുള്ള ഒരു വൈറ്റ് കോളർ ജോബിന് കമ്പ്യൂട്ടർ എത്രത്തോളം നെസസറി ആണോ അത്രത്തോളം എസെൻഷ്യൽ ആയിട്ടുള്ളൊരു സ്കില്ലായിരിക്കും ഡേറ്റ അനലിറ്റിക്സ് എന്നുള്ളതിന് ആർക്കും ഒരു തർക്കവുമില്ല. ഇന്ന് ഡേറ്റ അനലിറ്റിക്സ് ടൂളുകൾ ടെക് ജയൻസ് മാത്രമല്ല, ചെറുതും വലുതുമായ കമ്പനികളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഹെൽത്ത് കെയറിൽ ഒരു ഡിസീസിൻ്റെ ഔട്ട്ബ്രേക്ക് പഠിക്കുക, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സെക്ടറിൽ ഫൈനാൻഷ്യൽ ഫ്രോഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, റീറ്റെയിൽ സെഗ്മെൻറ്റിൽ കസ്റ്റമറിൻ്റെ എക്സ്പീരിയൻസ് പേഴ്സണൽ ചെയ്യാനായിട്ട്, അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിലെല്ലാം ഡേറ്റ യൂസ് ചെയ്യുന്നതും ഡേറ്റ അനലിറ്റിക്സ് ടൂൾസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ 2025 ഡേറ്റ അനലിറ്റിക്സ് ഫീൽഡിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർ പഠിച്ചിരിക്കേണ്ട ടൂൾസിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഡേറ്റ അനലിറ്റിക്സ് ഫീൽഡിൽ അല്ലെങ്കിൽ ഡേറ്റ അനലിറ്റിക്സ് സ്കില്ല് നേടാൻ ആഗ്രഹിക്കുന്ന ഒരാളും ഈ വീഡിയോ മിസ് ചെയ്യരുത്. ഇന്നത്തെ വീഡിയോയിൽ ഡിഫറെൻറ്റ് ടൂൾസും അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ അഡ്വാൻറ്റേജസും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. സോ നിങ്ങളൊരു പെൻ ആൻഡ് പേപ്പർ എടുക്കുക. അപ്പം വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ സമയമില്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സമ്മറി ആയിട്ടുള്ള ബ്ലോഗിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനലിൽ നമ്മൾ ഡേറ്റ സയൻസ്, ഡേറ്റ അനലിറ്റിക്സ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, മേൺ സ്റ്റാക്ക്, ഫൈനാൻസ് തുടങ്ങിയ വീഡിയോകളായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. എഡ്യൂ ലേണിംഗിൻ്റെ എയിം എന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും കരിയർ ഗ്യാപ്പ് വന്നവർക്കും ഒരു IT കരിയർ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. സോ വൺസ് അഗെയിൻ ഐ എം സാഹിർ. വെൽക്കം ടു ദി ന്യൂ വീഡിയോ ഓഫ് എഡ്യൂ ലേണിംഗ്. ഡേറ്റ അനലിറ്റിക്സിനെ കുറിച്ച് പല വീഡിയോയിൽ പല ആവർത്തി പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഡേറ്റ അനലിറ്റിക്സ് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ ഡേറ്റ അനലിറ്റിക്സ് എന്താണെന്ന് ഒരിക്കൽ കൂടെ പറയാം. ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഡേറ്റയെ ഓർഗനൈസ് ചെയ്ത് എക്സാമിൻ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് അതിൽ നിന്ന് മീനിങ് ഇൻസൈറ്റ്സ് ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. വ്യത്യസ്ത ഇൻഡസ്ട്രീസിൽ ഡേറ്റ അനലിറ്റിക്സ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനും ഫ്യൂച്ചർ ട്രെൻഡ്സ് പ്രഡിക്റ്റ് ചെയ്യാനും ഡിസിഷൻ മേക്കിംഗ് എൻഹാൻസ് ചെയ്യാനും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഡേറ്റ അനലിറ്റിക്സിൽ ഏറ്റവും കൂടുതൽ ഇന്നും ലോകത്തിൽ യൂസ് ചെയ്യുന്ന ടൂളാണ് മൈക്രോസോഫ്റ്റിൻ്റെ എക്സൽ എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തിലെ പല മൾട്ടിനാഷണൽ കമ്പനീസും ഫോർച്യൂൺ 500 കമ്പനീസ് പോലും കോമൺലി യൂസ് ചെയ്യുന്ന ഡേറ്റ അനലിറ്റിക്സ് ആൻഡ് സ്പ്രെഡ്ഷീറ്റ് ടൂളാണ് എക്സൽ എന്ന് പറയുന്നത്. എഡ്യൂരിൽ നിന്ന് എക്സലിൻ്റെ ഒറ്റ സ്കില്ലും ഉണ്ട്. ശോഭ ഡെവലപ്പേഴ്സിലും കോഗ്നിസാൻഡിലും ഇൻഫോസിസിലും ഒക്കെ 50,000 പുറത്ത് സാലറി ആസ് എ ഫ്രഷർ വാങ്ങിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. സോ നിങ്ങൾ എക്സൽ ചെറിയൊരു കാര്യമാണെന്ന് കരുതരുത്. എക്സലിൽ മാത്രം മാസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അനന്തമായ സാധ്യതകളാണ്. എക്സലിൻ്റെ കീ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ, എക്സലിലെ ഗ്രിഡ് ബേസ്ഡ് സ്ട്രക്ചർ ഡേറ്റ ടാബുലാർ ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യാൻ സഹായിക്കും. റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ സെറ്റ്സിന് ഒരു സിംഗിൾ വർക്ക് ബുക്കിൽ സോർട്ട് ചെയ്യാനും ഫിൽട്ടർ ചെയ്യാനും ഗ്രൂപ്പ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതൊക്കെ എക്സലിൻ്റെ വളരെ ചെറിയ ഫീച്ചേഴ്സ് മാത്രമാണ്. ഇതൊന്നുമല്ലാതെ എക്സലിൽ ഏറ്റവും കൂടുതൽ ഡേറ്റ അനലിറ്റിക്സിൽ യൂസ് വരുന്നത് എക്സലിൻ്റെ ഫങ്ഷൻസ് ആണ്. എക്സലിൻ്റെ ബേസിക് ഫങ്ഷൻസ് ആയ സമ്മ്, ആവറേജ് തുടങ്ങി ഫൈനാൻഷ്യൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആയ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റിഗ്രഷൻ അനാലിസിസ് ചെയ്യാൻ പറ്റുന്ന ടൂൾസ്, പിന്നെ വി ലുക്കപ്പ്, എച്ച് ലുക്കപ്പ്, എക്സ് ലുക്കപ്പ്, പവർ പിവോട്ട്, പവർ ക്വറി, മാക്രോസ്, വാട്ട് ഇഫ് അനാലിസിസ് തുടങ്ങി അഡ്വാൻസ്ഡ് ടൂൾസും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ജോബ് നേടാൻ കഴിയുന്നതാണ് ഡേറ്റ അനലിറ്റിക്സ് മേഖലയിൽ തന്നെ. ഇത്രയൊന്നുമല്ലാതെ അനലൈസ് ചെയ്ത ഡേറ്റ വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ചാർട്ട്സും എക്സൽ ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ എക്സലിൻ്റെ ഫീച്ചേഴ്സ് നോക്കി നമുക്ക് ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സലിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആക്സസിബിലിറ്റിയാണ്. എക്സൽ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് സോഫ്റ്റ്വെയർ ഇൻ ദ വേൾഡ് ആണ്. കൂടാതെ അത് വൈഡ്ലി ആക്സസിബിളുമാണ്. കൂടാതെ പഠിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് വെർസറ്റാലിറ്റിയാണ്. സിമ്പിൾ ഡാറ്റ മുതൽ കോംപ്ലക്സ് ഡാറ്റ വരെ
ഡേറ്റ മോഡലിങ്ങും ഡേറ്റ ക്ലീനിങ്ങും ഒക്കെ ചെയ്യാനുള്ള വാസ്റ്റ് അറേ ഓഫ് ഫങ്ഷൻസ് എക്സൽ അവൈലബിൾ ആണ്. നാലാമത്തെ അഡ്വാൻറ്റേജ് എക്സൽ മൈക്രോസോഫ്റ്റ് എക്കോസിസ്റ്റത്തിലുള്ള ബാക്കി എല്ലാ ടൂൾസുമായിട്ട് ഈസിലി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. എക്സൽ ഏറ്റവും കോമൺലി യൂസ് ചെയ്ത് വരുന്നത് കണ്ടത് ഫൈനാൻഷ്യൽ മേഖലയിലാണ്. ഫിനാൻസ് മേഖലയിൽ ബഡ്ജറ്റ് മാനേജ് ചെയ്യാനും എക്സ്പെൻസ് ട്രാക്ക് ചെയ്യാനും റവന്യൂ ഫോർകാസ്റ്റ് ചെയ്യാനും ഒക്കെ എക്സൽ വളരെയധികം സഹായിക്കും. പിന്നെ ഇൻവെൻട്രി ആൻഡ് റിസോഴ്സ് മാനേജ്മെൻറ്റിന് എക്സൽ പല കമ്പനീസും യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇൻവെൻട്രി ലെവൽ ട്രാക്ക് ചെയ്യാനും സപ്ലൈ ചെയിൻ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനും റിസോഴ്സ് എഫിഷ്യൻ്റ്ലി മാനേജ് ചെയ്യാനും ഒക്കെ എക്സൽ യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ അക്കാഡമിക്സിലും റിസർച്ചിലും ഒക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ പ്രിപ്പയർ ചെയ്യാനും ഡേറ്റ കളക്ഷനൊക്കെ നമുക്ക് എക്സൽ യൂസ് ചെയ്യാവുന്നതാണ്. രണ്ടാമതായിട്ട് മോസ്റ്റ് കോമൺലി ഡേറ്റ അനാലിറ്റിക്സ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന ടൂളാണ് പവർ ബി എന്ന് പറയുന്നത്. പവർ ബി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് തന്നെയാണ്. ലോകത്തിലെ തന്നെ ലീഡിംഗ് ബിസിനസ് ഇൻ്റലിജൻസ് ടൂളാണ് പവർ ബി എന്ന് പറയുന്നത്. പവർഫുൾ ഡേറ്റ വിഷ്വലൈസേഷൻ മൈക്രോസോഫ്റ്റ് എക്കോസിസ്റ്റിലെ ബാക്കി ടൂൾസായിട്ട് ഈസിലി എക്സൽ പോലെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നത് പവർ ബിയുടെ വേറൊരു അഡ്വാൻറ്റേജ് ആണ്. പവർ ബിയിൽ സിമ്പിൾ ഡിസൈനും ക്ലൗഡ് ബേസ്ഡ് ആർക്കിടെക്ചർ കാരണമൊക്കെ ആർക്ക് വേണമെങ്കിലും ഇൻഫോംഡ് ഡിസിഷൻസ് ഫാസ്റ്ററായിട്ട് എടുക്കാൻ സാധിക്കും. നമുക്കിനി പവർ ബിയുടെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ബിസിനസ്സുകളുടെ KPIs, ട്രെൻഡ്സ്, പെർഫോമൻസ് എല്ലാം റിയൽ ടൈമിൽ മോണിറ്റർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവയെല്ലാം റിയൽ ടൈം മോണിറ്റർ ചെയ്ത് ഡേറ്റ വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. രണ്ടാമത്തെ കീ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഡേറ്റ ഇൻ്റഗ്രേഷൻ ആണ്. സെയിൽസ് ഫോഴ്സ്, ഡൈനാമിക് 365, പിന്നെ ഡേറ്റാബേസ് ആയ SQL, MongoDB, ഒറാക്കിൾ, പോസ്റ്റ്ഗ്രസ് SQL, പിന്നെ ക്ലൗഡ് പ്ലാറ്റ്ഫോംസ് ആയ AWS, അഷ്വർ, ഗൂഗിൾ ക്ലൗഡ് തുടങ്ങി ഏകദേശം 60ഓളം ഡേറ്റ സോഴ്സസിൽ നമുക്ക് ഡേറ്റ പവർ ബി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. മൂന്നാമതായിട്ട് പവർ ബിയുടെ കീ ഫീച്ചറാണ് AI ആൻഡ് അഡ്വാൻസ്ഡ് അനലിറ്റിക്സ്. പവർ ബി ഒരുപാട് AI ഡ്രിവൺ ഫീച്ചേഴ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ യൂസർ അനലിറ്റിക്സും യൂസർ പ്ലെയിൻ ലാംഗ്വേജിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പവർ ബി ആൻസർ ആയിട്ടും വിഷ്വലി റെപ്രസെൻ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഔട്ട്പുട്ട് തരാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് പവർ ബിയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. പവർ ബിയുടെ അഡ്വാൻറ്റേജ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈസ് ഓഫ് യൂസ് ആണ്. പവർ ബിയുടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഫീച്ചർ ഉപയോഗിച്ചിട്ട് മിനിമം ടെക്നിക്കൽ എക്സ്പീരിയൻസ് ഉള്ള എക്സ്പെർട്ടീസ് ഉള്ള ഒരു വ്യക്തിക്ക് പോലും ഡേറ്റയിൽ നിന്ന് മീനിങ് ഇൻസൈറ്റ്സ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത് സ്കെയിലബിലിറ്റി. എത്ര വലിയ ഓർഗനൈസേഷൻ്റെ വേണമെങ്കിലും ഡേറ്റ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ തക്ക തരത്തിലുള്ള സ്കെയിലബിൾ പ്ലാറ്റ്ഫോമാണ് പവർ ബി. മൂന്നാമത്തെ പവർ ബിയുടെ ഫീച്ചറാണ് കോസ്റ്റ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ബിസിനസ് ഇൻ്റലിജൻസ് ടൂൾസും അതിൻ്റെ ഫീച്ചേഴ്സും ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പവർ ബി ഐ ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവാണ്. പവർ ബി ഐയിൽ ഈവൻ സ്മോൾ ഓർഗനൈസേഷൻസിനൊക്കെ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടുള്ള വെർഷൻസും അവൈലബിൾ ആണ്. പിന്നെ പ്രൈസിങ്ങും ഡിഫറെൻറ്റ് ടയേഴ്സിലുള്ള പ്രൈസിംഗ് ഉണ്ട്. അതിന് ഓരോ ഓർഗനൈസേഷൻ നീഡ് അനുസരിച്ചിട്ട് അവർക്ക് പ്രീമിയം ഫീച്ചേഴ്സ് ബൈ ചെയ്യാവുന്നതാണ്. ഡേറ്റ അനലിറ്റിക്സിൻ്റെ മൂന്നാമത് ടൂളാണ് ടാബ്ലോ എന്ന് പറയുന്നത്. ടാബ്ലോയും പവർ ബി പോലെ ഒരു ബിസിനസ് ഇൻ്റലിജൻസ് ടൂളാണ്. ടാബ്ലോയെ പവർ ബിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അനിമേറ്റഡ് ആൻഡ് ഇൻട്രാക്റ്റീവ് വിഷ്വലൈസേഷൻസ് എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ടാബ്ലോയുടെ കീ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാബ്ലോ പ്രിപ്പ് എന്ന് പറയുന്ന ഫീച്ചേഴ്സ് ഉപയോഗിച്ചിട്ട് ഡേറ്റ പ്രിപ്പറേഷൻ പ്രോസസ് ലൈക്ക് ഡേറ്റ ക്ലീനിങ്, ഡേറ്റ ഷേപ്പിംഗ്, ഡേറ്റ ഗ്രൂപ്പിംഗ് എല്ലാം എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. ഇതിലൂടെ ഡേറ്റ വർക്ക് ഫ്ലോ പ്രോസസ്സ് വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യാനും ഡേറ്റയിലെ ഇൻകൺസിസ്റ്റൻസീസ്, മിസ്സിംഗ് വാല്യൂസ്, ഔട്ട്ലെയേഴ്സ് എല്ലാം എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. രണ്ടാമത്തെ കീ ഫീച്ചറാണ് അഡ്വാൻസ്ഡ് അനലിറ്റിക്സ്. ടാബ്ലോയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിംഗ്, പിന്നെ ക്ലസ്റ്ററിംഗ്, പിന്നെ പൈതൺ ആർ പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കണക്ട് ചെയ്തിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് അനലിറ്റിക്സ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ടാബ്ലോ എന്ന ടൂളിൻ്റെ അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം പറയാനുള്ള യൂസർ ഫ്രണ്ട്ലിനെസ് ആണ്. പവർ ബി പോലെ ടാബ്ലോയും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ്. ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടീസ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് പോലും നമുക്ക് ടാബ്ലോ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കും. രണ്ടാമത്തത് റിയൽ ടൈം ആയിട്ട് നമുക്ക് ഡേറ്റ അനലൈസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. മൂന്നാമതായിട്ടുള്ള അഡ്വാൻറ്റേജ് കസ്റ്റമൈസേഷൻ. യൂസറിൻ്റെ ടൈലേർഡ് നീഡ് അനുസരിച്ചിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡാഷ്ബോർഡ് നമുക്ക് ടാബ്ലോയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. അഡ്വാൻറ്റേജ് ആണ് ടാബ്ലോയിൽ ഒരു സ്ട്രോങ് കമ്മ്യൂണിറ്റി അവൈലബിൾ ആണ്. ഇതിലൂടെ ടാബ്ലോയിൽ പുതുതായിട്ട് വരുന്ന ഫീച്ചറും അതിൻ്റെ ഡോക്യുമെൻറ്റേഷനും അതിൻ്റെ ട്രെയിനിങ്ങും ഒക്കെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നാലാമത്തെ ടൂളാണ് ഗൂഗിൾ ഡേറ്റ സ്റ്റുഡിയോ. പേര് പോലെ തന്നെ ഗൂഗിൾ ഡെവലപ്പ് ചെയ്തെടുത്തൊരു ബിസിനസ് ഇൻ്റലിജൻസ് ടൂളാണ് ഗൂഗിൾ ഡേറ്റ സ്റ്റുഡിയോ. യൂസേഴ്സിന് റോ ഡേറ്റ ഡൈനാമിക്കും ഇൻട്രാക്റ്റീവുമായിട്ട് ട്രാൻസ്ഫോം ചെയ്യാനാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത്. ഗൂഗിൾ ഡേറ്റ സ്റ്റുഡിയോയുടെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സീംലെസ് ഡേറ്റ ഇൻ്റഗ്രേഷൻ ആണ്. ഗൂഗിളിൻ്റെ ഇക്കോസിസ്റ്റമുള്ള എല്ലാ ടൂൾസുമായിട്ട് സീംലെസ്ലി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറം വ്യത്യസ്ത ഡേറ്റാ ബേസുകളായിട്ടും എക്സലായിട്ടും സെയിൽസ് ഫോഴ്സുമായിട്ടൊക്കെ നമുക്ക് ഗൂഗിൾ ഡേറ്റ സ്റ്റുഡിയോ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ കീ ഫീച്ചർ എന്ന് റിയൽ ടൈം കൊളാബറേഷൻ ആണ്. ഗൂഗിൾ ഡേറ്റ സ്റ്റുഡിയോ ഉപയോഗിച്ചിട്ട് റിയൽ ടൈമായിട്ട് വ്യത്യസ്ത ആൾക്കാർക്ക് ഒരു സിംഗിൾ പ്രൊജക്റ്റിൽ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്
രണ്ടാമത്തെ ഫീച്ചർ. മൂന്നാമത്തെ ഫീച്ചർ യൂസേഴ്സിന് ഓട്ടോമാറ്റിക്കായിട്ട് ഡേറ്റ റിഫ്രഷ് ചെയ്യാൻ സാധിക്കുന്നതിലൂടെ എപ്പോഴും ലേറ്റസ്റ്റ് ഡേറ്റ ആയിരിക്കും പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ളത്. കൂടാതെ റിപ്പോർട്ട്സ് ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ കഴിയുന്നതിന് മാനുവൽ ഇൻട്രാക്ഷൻസ് ഇല്ലാതെ നമുക്ക് റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഗൂഗിൾ ഡേറ്റ സ്റ്റുഡിയോയിലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഗൂഗിൾ ഡേറ്റ സ്റ്റുഡിയോ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതിൽ ഒരു ലൈസൻസും ഫീസും ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. ഒരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാനും അത് ഷെയർ ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ്. അഞ്ചാമത്തതും മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഡേറ്റ അനലിറ്റിക്സ് ടൂളിനെ കുറിച്ചാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. സാസ് എന്നാണ് അതിൻ്റെ പേര്. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് സിസ്റ്റം എന്നാണ് സാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും അഡ്വാൻസ്ഡ് അനലിറ്റിക്സ്, ഡേറ്റ മോഡലിംഗ്, പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ് എല്ലാം കോംപ്ലക്സ് ഡേറ്റയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. സാസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. എത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ സെറ്റ്സ് ഹാൻഡിൽ ചെയ്യാനും കോംപ്ലക്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്പ്യൂട്ടേഷൻസ് പെർഫോം ചെയ്യാനും ബിസിനസ് ഓപ്പറേഷൻസിൽ കോംപ്രിഹെൻസീവ് ഇൻസൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ സാസ് ടൂൾ ഉപയോഗിച്ചിട്ട് സാധിക്കും. സാസിൻ്റെ കീ ഫീച്ചർ നോക്കുകയാണെങ്കിൽ സാസ് മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് പ്രെഡിക്റ്റീവ് മോഡലിംഗ് ടൂളാണ്. പിന്നെ രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ സാസ് ഡേറ്റ മാനേജ്മെൻറ്റ് ടൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ ഡിഫറെൻറ്റ് ഡേറ്റ സോഴ്സസ് ആയിട്ട് സീംലെസ് ഇൻ്റഗ്രേറ്റ് ചെയ്യാനും പിന്നെ ഡേറ്റയിലെ ഇൻകൺസിസ്റ്റൻസീസും ഡേറ്റ ഓട്ടോമാറ്റിക്കലി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ടൂൾസൊക്കെ സാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ഫീച്ചറാണ് സാസിൽ ടെക്സ്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാനും ഓട്ടോമാറ്റിക്കലി മെഷീൻ ലേണിംഗ് മോഡൽസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഫീച്ചേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടീസ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് പോലും നമുക്ക് സാസ് ഉപയോഗിച്ചിട്ട് മെഷീൻ ലേണിംഗ് മോഡൽസും പ്രെഡിക്റ്റീവ് മോഡൽസൊക്കെ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയും നേരം പറഞ്ഞ ബാക്കിയുള്ള ടൂൾസിനെ വെച്ച് സാസിനെ വ്യത്യസ്തമാക്കുന്ന വേറൊന്ന് സെക്യൂരിറ്റി ആൻഡ് ഗവേണൻസ് എന്ന് പറയാം. സാസ് ഡേറ്റ സെക്യൂരിറ്റിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡേറ്റ എൻക്രിപ്ഷന് വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ റോബസ്റ്റ് എൻക്രിപ്ഷൻ, ആക്സസ് കൺട്രോൾ, ഓഡിറ്റ് ട്രയൽസ് എന്നുള്ള ഫീച്ചേഴ്സൊക്കെ സാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഫീച്ചേഴ്സിലൂടെ സെൻസിറ്റീവ് അല്ലെങ്കിൽ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ നമുക്ക് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും. സാസിൻ്റെ പ്രൈസിങ് നോക്കുകയാണെന്നും കുറച്ച് ഈ അഡ്വാൻസ് ഫീച്ചേഴ്സൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഓരോ ഓർഗനൈസേഷന് പറ്റുന്ന ക്ലൗഡ് ബേസ്ഡ് റിക്വയർമെൻറ്റും ഓൺ ഡിപ്ലോയ്മെൻറ്റ് പ്രിമിസസ് കൺസിഡർ ചെയ്തിട്ട് ഓർഗനൈസേഷന് അവരുടെ തരത്തിലുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പാക്കേജസ് ചൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മളിന്ന് ഡേറ്റ അനലിറ്റിക്സ് മേഖലയിൽ 2025 കടക്കാൻ ആഗ്രഹിക്കുന്നവർ പഠിക്കാൻ പറ്റുന്ന 5 ടൂൾസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതൊന്നുമല്ലാതെ ഒരുപാട് ഡേറ്റ അനലിറ്റിക്സ് ടൂൾസുകൾ ഇന്ന് നിലവിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിലും ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന, ലോകത്തെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജോലിക്ക് സാധ്യതയുള്ള 5 ടൂൾസിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. ഇതല്ലാതെ വേറെ ഒട്ടനവധി ടൂൾസും ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽഡ് ബ്ലോഗ് നെഡ്യൂറിൻ്റെ വെബ്സൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് അത് വായിച്ച് പഠിക്കാവുന്നതാണ്. ഈ വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയ വീഡിയോയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.